എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രുദ്രാക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ പവിത്രത, അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞു വേണം നമ്മൾ രുദ്രാക്ഷം കൈകാര്യം ചെയ്യാനെന്നാണ് ഋഷിമുനീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രുദ്രാക്ഷത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്, താരകാസുരനെ വധിച്ചതിന് പകരം ചോദിക്കാനായിട്ട് താരകാസുരൻ്റെ 3 പുത്രന്മാർ, അതായത് വിദ്യുന്മാലി, കമലാക്ഷൻ, താരകാക്ഷൻ, ഇവർ 3 പേരും കൂടെ ചേർന്ന് പഞ്ചാഗ്നി മഗ്നത്തിൽ തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ വരം അവർ വാങ്ങി. അപ്പോൾ ബ്രഹ്മാവിനോട് വരം ചോദിച്ചത് തന്നെ അവരെ ഈ ലോകത്ത് ആരാലും കൊല്ലാൻ സാധ്യമാകരുത്, അവർ ചിരഞ്ജീവികളായിരിക്കണമെന്നൊക്കെയാണ് ബ്രഹ്മാവിനോട് വരം ചോദിച്ചു. പക്ഷേ ബ്രഹ്മാവ് അത് നിരസിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വരം ചോദിക്കാം എന്ന് പറഞ്ഞതിന് പ്രകാരം അവർ മൂന്ന് സഹോദരന്മാരും കൂടെ ചേർന്ന് തീരുമാനിച്ച ഇതാണ്. അപ്പോൾ അവർക്ക് ദേവലോകത്തും ഭൂമിയിലും ഭൂർഭുവത്തിലും താമസിക്കാനായിട്ട് ഒരേ രീതിയിലുള്ള 3 പുരങ്ങൾ. അപ്പോൾ അത് ഒന്ന് സ്വർണം കൊണ്ടും, ഒന്ന് വെള്ളി കൊണ്ടും, ഒന്ന് ഇരുമ്പ് കൊണ്ടും ഉള്ള 3 പുരങ്ങൾ വേണമെന്ന് ബ്രഹ്മദേവനോട് ചോദിച്ചു. അപ്പം ബ്രഹ്മദേവൻ അതിന് വരം കൊടുത്തു. അപ്പം ഒരേ കണക്കിലും ഒരേ രൂപത്തിലുമുള്ള 3 പുരങ്ങൾ ബ്രഹ്മദേവൻ അവർക്ക് നൽകാം എന്ന് വരം കൊടുത്തു. അപ്പോൾ അവർ മയനെ വരുത്തി ഒരേ രീതിയിലുള്ള 3 പുരങ്ങൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആ 3 പുരങ്ങളിൽ ഇവർ സഞ്ചരിച്ചു. പക്ഷേ ആ സമയത്ത് ബ്രഹ്മദേവനോടൊരു വരം ഇവർ ചോദിച്ചിരുന്നു. ഈ 3 പുരങ്ങളും ഒരേ സമയത്ത് ഒരേപോലെ ചലിക്കുകയും വേണം. ഇവർ 1000 വർഷങ്ങൾ കൂടുമ്പം നിമിഷ നേരത്തേക്ക് ഇവർ 3 കൂടെ ഒന്നിക്കും, 1000 വർഷം കൂടുമ്പോൾ. അപ്പോൾ ഈ 1000 വർഷം കൂടുന്ന സമയത്ത് ഈ 3 കൂടെ ഒന്നിക്കുന്ന സമയത്ത് ആയിരിക്കണം അവരെ വധിക്കുന്നത് ഒരേ അമ്പുകൊണ്ടായിരിക്കണം എന്നും വരം വാങ്ങി. അപ്പോൾ ബ്രഹ്മദേവൻ അതും സമ്മതിച്ചു. അങ്ങനെ അവർ പുരം എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ 3 പുരത്തിലും കൂടെ 3 സഹോദരന്മാരും ദേവലോകത്തും ഭൂമിയിലും ഒക്കെ വന്നിട്ട് ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകെ പ്രശ്നങ്ങളായി. ദേവന്മാരെല്ലാവരും കൂടെ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയി സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ വരം കൊടുത്തുപോയി, ഇനി എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതിന് നമുക്കൊരു പോംവഴി കാണാമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സമീപിച്ചു. അടുത്ത എപ്പിസോഡിൽ ഞാനിതിൻ്റെ കണ്ടിന്യൂഷൻ പറയുന്നതായിരിക്കും. അതുവരെ